അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോഴത്തേനും ഇന്നലത്തെ ദിവസമൊക്കെ നമ്മൾ സജീവമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു ദേശാഭിമാനിയിൽ നിന്ന് VS അനുസ്മരണം അത് വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇന്ന് VS അച്യുതാനന്ദന്റെ അനുസ്മരണ വാരാന്ത്യ പതിപ്പ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കള്ളൻ വിജയൻ എന്ന പേരിലുള്ള നാടക നിരൂപണം ഒഴിവാക്കിയാണ് ഇന്നത്തെ പത്രത്തോടൊപ്പം ഈ വാരാന്ത്യ പതിപ്പ് ഇറങ്ങിയത്. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടോടു കൂടിയാണ് VSന്റെ അനുസ്മരണ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സനീറ്റ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സനീറ്റ, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ദിവസമൊക്കെ നമ്മൾ സംസാരിച്ച ഒന്നായിരുന്നു ഈ VSന്റെ അനുസ്മരണം അടങ്ങിയ വാരാന്ത്യ പതിപ്പ് ദേശാഭിമാനിയിൽ നിന്നും ഒഴിവാക്കിയ കാര്യവും കള്ളൻ വിജയൻ പേരിലുള്ള തലക്കെട്ട് വന്നതും അത് ഇനിയിപ്പോൾ പിണറായിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ആൾക്കാർ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളുമൊക്കെ ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പം ആ ഘട്ടത്തിൽ സ്വരാജ് ഒക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ല, നാളെ പുറത്തിറക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ്, ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ് സനീറ്റ? സേതു, ഗുഡ് മോർണിംഗ്. സേതു, കേരളം കണ്ട ഏറ്റവും വലിയ സമരനായകനായ VS അച്യുതാനന്ദന്റെ ഓർമ്മ ദിനമാണ് നാളെ. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പുറത്തിറങ്ങേണ്ട CPMന്റെ മുഖപത്രമായ ദേശാഭിമാനി ഞായറാഴ്ച പുറത്തിറങ്ങേണ്ട വാരാന്ത്യ പത്രത്തിൽ ഇത്തരത്തിൽ VSന്റെ അനുസ്മരണം ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ ലേഖനം പ്രസിദ്ധീകരിച്ചില്ല എന്നതിനെ ആസ്പദമാക്കിയായിരുന്നു ഇന്നലെ കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെയെല്ലാം മറികടന്നാണ് മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ ഇന്ന് ദേശാഭിമാനി ആ വാരാന്ത്യ പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ വലിയ വിവാദങ്ങൾക്കും കാരണമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ തന്നെ ദേശാഭിമാനി പത്രത്തിൽ ദേശാഭിമാനി തന്നെ വ്യക്തമാക്കിയിരുന്നു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രസിദ്ധീകരണം ഇന്ന് ഇറക്കാൻ കഴിയാത്തത് എന്ന് ഒരു ചെറിയ കോളത്തിൽ ഇന്നലെ ദേശാഭിമാനി തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വലിയ വിവാദങ്ങളായിരുന്നു, മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ. അതിൽ പ്രധാനമായും ഒരു കള്ളൻ വിജയൻ എന്ന ഒരു ലേഖനം കൂടി ഇന്നലെ ദേശാഭിമാനി പുറത്തിറക്കുവാൻ ഉദ്ദേശിച്ചിരുന്നു. അത്തരത്തിൽ കള്ളൻ വിജയൻ എന്ന വാക്ക് അല്ലെങ്കിൽ തലക്കെട്ട് ജനങ്ങളിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നത് ചൂണ്ടിക്കാട്ടിയാണ് ദേശാഭിമാനിയിൽ വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. തുടർന്ന് ഇന്നലെ ആ വാരാന്ത്യ പതിപ്പ് ഇറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ അംഗങ്ങളും മുതിർന്ന CPM നേതാക്കളും ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ്, ആ വിവാദങ്ങളെയെല്ലാം വഴിവെട്ടിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ ദേശാഭിമാനി വ്യക്തമാക്കിയതുപോലെ തന്നെ ഇന്ന് അത്തരത്തിൽ ഒരു ലേഖനം അല്ലെങ്കിൽ VSനെ അത്ര കണ്ട് ഓർമ്മപ്പെടുത്തുന്ന അനുസ്മരിക്കുന്ന ലേഖനം ഇന്ന് ദേശാഭിമാനി പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ദേശാഭിമാനിക്ക് അങ്ങനെയൊന്നും കൈയൊഴിയാൻ കഴിയില്ല. കാരണം വിഴിഞ്ഞം MSC കപ്പലുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രാവശ്യം ദേശാഭിമാനി ഇതുപോലെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായി തന്നെയാണ് ഇന്നും ഇത്തരത്തിൽ ഈ VSന്റെ അനുസ്മരണം അല്ലെങ്കിൽ ലേഖനവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി വീണ്ടും വെട്ടിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും CPM നേതാക്കളെല്ലാം അല്ലെങ്കിൽ സ്വരാജ് പോലെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ ദേശാഭിമാനി എഡിറ്റോറിയൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ വ്യക്തമാക്കിയതുപോലെ VSനെ അത്ര കണ്ടൊന്നും, കാരണം കേരളത്തിലെ ജനങ്ങൾ, പാവപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക്, CPM നേതാക്കൾക്ക് അങ്ങനെയൊന്നും VSനെ പോലെയുള്ള ഒരു നേതാവിനെ മറക്കുവാൻ കഴിയില്ല. അങ്ങനെ ബോധപൂർവം ഒന്നും ദേശാഭിമാനിക്കും VSനെ മറക്കാൻ കഴിയില്ല എന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തകരാറുകൾ അല്ലെങ്കിൽ അത്തരം നമുക്കറിയാം പുറത്തിറങ്ങിയിരിക്കുന്നത്.